പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. കയറംകോട് സ്വദേശി അലനാണ് മരിച്ചത്. വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് കൂടി ചേരുന്നുണ്ട്. സച്ചിൻ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? മറ്റു വിവരങ്ങൾ. നാടിനെ നടുക്കിയ സംഭവമാണ് പാലക്കാട് മുണ്ടൂരിൽ ഉണ്ടായിട്ടുള്ളത്. വൈകിട്ട് 7:30 കൂടിയാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായത് എന്നാണ് നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. അതായത് കയറങ്കോട് കണ്ണൻചോല സ്വദേശിയായിട്ടുള്ള അലനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വൈകിട്ട് അമ്മയും മകനും കൂടെ പുറത്തുപോയി തിരികെ വീട്ടിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. വനമേഖല മുണ്ടൂരിലോ അതേപോലെ തന്നെ ധോണി വനമേഖലയോടൊക്കെ ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് ഇവർ താമസിക്കുന്നത്. ഈ മേഖലയിൽ കഴിഞ്ഞ ദിവസവും കാട്ടാനകൾ ഇറങ്ങിയിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ കാട്ടാനകൾ തന്നെയാണ് അലനെയും അമ്മ വിജയെയും ആക്രമിച്ചത് എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. 22 വയസ്സുള്ള യുവാവാണ്. നിലവിൽ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് അലൻ. അമ്മയും മകനും കൂടെ വൈകിട്ട് വീട്ടിലേക്ക് തിരികെ വരുമ്പോഴാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് എന്നാണ് നിലവിൽ നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. അലന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിക്കേറ്റ അമ്മയെ ജില്ലാ ആശുപത്രിയിലെ അതീവ ഗുരുതരാവസ്ഥയിലായതിനാൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അലന്റെ നെഞ്ചിലാണ് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത് എന്നാണ് നിലവിൽ ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. വലിയ നാടിനെ നടുക്കിയ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ 3ഓളം കാട്ടാനകൾ ഈ പ്രദേശത്ത് തമ്പടിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ആനകളെ കാട്ടിലേക്ക് തിരികെ കയറ്റാനുള്ള പ്രവർത്തനങ്ങൾ വനംവകുപ്പിന്റെയും RRT സംഘത്തിന്റെയും നേതൃത്വത്തിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വർഷ, സച്ചിൻ, ഈ പറഞ്ഞതുപോലെ തന്നെ വനമേഖലയാണ്, സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നില്ലേ സച്ചിൻ? വർഷ, 2 ദിവസം മുന്നെയാണ് ഈ മേഖലയിൽ ഒരു 3 കാട്ടാനകൾ ഇറങ്ങിയത് എന്നാണ് നിലവിൽ നാട്ടുകാർ പറയുന്നത്. ഈ ആനകൾ തന്നെയാണ് അലനെയും അമ്മ വിജയെയും ആക്രമിച്ചത് എന്ന ഒരു പ്രാഥമിക നിഗമനത്തിലാണ് നാട്ടുകാരുള്ളത്. അതിനാൽ തന്നെ ഈ ഇത്തരത്തിലൊരു ആക്രമണം നടന്ന ഉടനെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും RRT സംഘത്തിനെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരെയൊക്കെ നാട്ടുകാർ വിവരം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഈ മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തൊക്കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിൽ തന്നെ കാട്ടാനകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ അവയെ കണ്ടെത്തി വനത്തിലേക്ക് തിരികെ കയറ്റി അയക്കാനുള്ള ഒരു പ്രവർത്തനമാണ് ഈ മുണ്ടൂർ കണ്ണാടൻ ചോല പ്രദേശത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ദാരുണമായ സംഭവം തന്നെയാണ് 7 മണിയോടുകൂടെ മുണ്ടൂറിൽ ഉണ്ടായിട്ടുള്ളത്. അമ്മയും മകനും വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നിട്ടുള്ളത്. അത് നാടിനെ വലിയ ഒരു നടുക്കിയ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കൃത്യമായ ഒരു ഇടപെടൽ ഇപ്പോൾ വനംവകുപ്പിന്റെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ആ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ അമ്മയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മകൻ അലന്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വർഷ, സച്ചിനി, അമ്മയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? അമ്മയെ നിലവിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനാൽ തന്നെ അമ്മയെ ICUവിൽ പാലക്കാട് ജില്ലാ ആശുപത്രി ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അമ്മക്ക് നിലവിൽ സംസാരിക്കുന്നുണ്ട് എന്നൊരു വിവരവും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ പാലക്കാട് മുണ്ടൂരിലാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. യുവാവ് മരിച്ചു. കയറംകോട് സ്വദേശി അലനാണ് മരിച്ചത്. അമ്മയുടെ ആരോഗ്യനില ഇപ്പോൾ ഗുരുതരമായി തുടരുകയാണ്. സച്ചിനാണ് വിവരങ്ങൾ നൽകിയത്.